ഹായ് എവരിവൺ, കൊപ്പാക് പപ്പീസ് പാലക്കാടാണ്. നമ്മുടെ കയ്യിൽ ക്വാളിറ്റി പപ്പീസ് ഉണ്ട് കേട്ടോ. ഓൾമോസ്റ്റ് എല്ലാ ബ്രീഡും ഉണ്ട്. അപ്പോൾ വീഡിയോയിൽ ഇപ്പോൾ കാണുന്നത് ഷിറ്റ്സു പപ്പീസാണ്. വിത്തൗട്ട് കെ സി പപ്പീസാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പോൾ. അതുമാതിരി വിത്ത് കെ സി ഉണ്ട്. മെയിലും ഫീമെയിലും അവൈലബിൾ ആണ്. ഓക്കെ, നമ്മുടെ എല്ലാ ബ്രീഡും ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ആവശ്യപ്പെട്ട എല്ലാ ബ്രീഡ് പപ്പീസും നമ്മുടെ കയ്യിലുണ്ട്. അതുമാതിരി നമുക്ക് ചെറുതായിട്ട് ലക്കി ഡ്രോ ഒക്കെ വെക്കുന്നുണ്ട്. ഓക്കെ, ലക്കി ഡ്രോ വെക്കുന്നുണ്ട്. 50 കൂപ്പൺ 100 കൂപ്പണായിട്ട് ലക്കി ഡ്രോ വെക്കുന്നുണ്ട്. അതിൽ നമുക്ക് തിരഞ്ഞെടുക്കുന്നവർക്ക് ഫസ്റ്റും സെക്കൻഡും പ്രൈസ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ എപ്പോഴും സപ്പോർട്ട് ചെയ്തിട്ട് കാണുന്നവർ അതുമാതിരി വാട്സപ്പ് കോൺടാക്ട് ചെയ്യുക. നമ്മുടെ ഗ്രൂപ്പുകളുണ്ട്, വാട്സപ്പിൽ ഗ്രൂപ്പുണ്ട്. അതിലൊക്കെ നമ്മൾ ഓരോന്ന് വീഡിയോസും അതുമാതിരി ലക്കി ഡ്രോയിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മളത് പറയുന്നതായിരിക്കും. അതുമാതിരി തന്നെ ഷിറ്റ്സു മാത്രമല്ല, നമ്മുടെ എല്ലാ ബ്രീഡ് പപ്പീസും ഉണ്ട്. ലാബ്, ജർമ്മൻ ഷെപ്പേർഡ്, റോട്ട്, ഗ്രേറ്റ് ഡാൻ, കാനഗ്രോസോ, ബെൽജിയം, അങ്ങനെ പല നിരവധി ഡോഗുകളുണ്ട്. ഇൻഡോറിലും ഔട്ട്ഡോറിലും വളർത്താൻ പറ്റിയ ഡോഗുകൾ ഇഷ്ടംമാതിരിയുണ്ട്. ഇപ്പോൾ ഫ്ലാറ്റിലേക്ക്, ഇപ്പോൾ ബാംഗ്ലൂരും അതുമാതിരി എറണാകുളത്തൊക്കെ ഇരിക്കുന്നവർ ഫ്ലാറ്റിലാണെന്ന് പറയും. 5ാമത്തെ നില 10ാമത്തെ നില എന്നൊക്കെ പറയും. അപ്പോൾ ചെറിയ ടോയ് ബ്രീഡ് ഉണ്ട്. ഷിറ്റ്സു, ബീഗിള്, മിൻപിൻ, അതേമാതിരി നമ്മൾ ടോയ് ബ്രീഡ് കൊടുക്കുന്നുണ്ട്. ചുവ അതുമാതിരി എന്താണ് ഔട്ട്ഡോറായിട്ട് വീട്ടിനുള്ളിലിട്ട് 10-20 സെൻറ്റ് സ്ഥലമുണ്ട്. അപ്പോൾ വലിയ ഡോഗ്സ് വേണമെന്ന് പറയുന്നവർക്ക് ഡോർമൻ, ജർമ്മൻ ഷെപ്പേർഡ് സജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുമാതിരി റോട്ട് എടുത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ ബ്രീഡും നമ്മുടെ അടുത്തുണ്ട്. പിന്നെ ഓരോരുത്തരും ഓരോ ക്രൈസാണ്. ഇന്ന ബ്രീഡ് വേണം, ഇന്നത് വേണം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ആ ബ്രീഡ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഇന്നമാതിരിയാണ് കെയർ ചെയ്യേണ്ടത്. ആദ്യത്തെ ഒരു ആൾ വന്നിട്ട് എടുക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ലാബാണ് നമ്മൾ സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്താ പറയുക, ലാബാകുമ്പോൾ എല്ലാവരുമായിട്ട് മിങ്കിളും അതുമാതിരി ഒന്ന് വളർത്തി കഴിഞ്ഞ് ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ട് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് മറ്റ് ബ്രീഡ് എടുക്കുന്നതാണ് എൻ്റെ അഭിപ്രായം. എല്ലാ ബ്രീഡേഴ്സും അങ്ങനെ തന്നെ പറയാം. എന്താ പറയുക, ആദ്യമായിട്ട് ഒരു വീട്ടിൽ നിന്നൊരു വളർത്തുന്ന ഒരു ടീമുകൾ വന്നിട്ട് പെട്ടെന്ന് തന്നെ റോഡ്ലറോ ഗ്രേറ്റ് ഡാനൊക്കെ എടുത്ത് വളർത്തി കഴിഞ്ഞാൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റും, കുഴപ്പമില്ല. സപ്പോസ് എങ്ങനെയും വീട്ടുകാർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും ചിലപ്പോൾ തിരിച്ചു കൊടുക്കേണ്ട അവസ്ഥ വരും. അവർ വീണ്ടും വിളിക്കും 7-8 മാസം കഴിഞ്ഞിട്ട് പപ്പീനെ തിരിച്ചെടുക്കണം, അങ്ങനെയൊക്കെ പറയും. അപ്പോൾ അത് കാരണം നമ്മൾ സജസ്റ്റ് കൊടുക്കുന്നത് ഗോൾഡ് റിട്രീവർ, ലാബ്, ചെറിയ ചെറിയ ബ്രീഡുകൾ. നമ്മൾ ലാർജ് ബ്രീഡാണെങ്കിലും നമ്മളായിട്ട് ഇണങ്ങി നിൽക്കുന്ന ബ്രീഡ് നമ്മൾ സജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അതുമാതിരി തന്നെ നമ്മുടെ ഇപ്പോൾ കാണുന്നത് എല്ലാ ബ്രീഡും ഉണ്ട്. ലാബ്, ലാസാപ്സോ, ഷിറ്റ്സു, ഗോൾഡൻ, ഓക്കെ, അങ്ങനെ നിരവധി ബ്രീഡ് പപ്പീസും നമ്മുടെ കയ്യിലുണ്ട്. ഇതൊക്കെ എല്ലാം ബുക്കായതാണ്. ഓക്കെ, നമുക്ക് ആഴ്ചയിൽ ചുരുങ്ങിയതൊരു 10-12 ഡോഗ് പപ്പീസ് സെയിലാവും. ഓക്കെ, 1 വീക്ക്ലി. അപ്പോൾ നല്ല ക്വാളിറ്റി പപ്പീസും എല്ലാം ഹെവി സൈസ് ക്വാളിറ്റി പപ്പീസാണ്. ചിലർ നമ്മുടെ പറയും, ചേട്ടാ എത്ര ബഡ്ജറ്റൊന്നുമില്ല, ക്രോസ് ബീഡ് പപ്പീസ് ഉണ്ടാവും. ക്രോസ് ബീഡ് പപ്പീസ് നമ്മുടെ കയ്യിലില്ല, നമ്മൾ അങ്ങനെ എടുത്ത് കൊടുക്കുന്നുമില്ല. അപ്പോൾ അത് കാരണം നല്ല ക്വാളിറ്റി പപ്പീസ് തന്നെയാണ് നമ്മുടെ കയ്യിലുള്ളത്. അത്ര ബഡ്ജറ്റ് കൊടുത്ത് എടുക്കുമ്പോൾ അതിനനുസരിച്ച് ക്വാളിറ്റി കിട്ടുള്ളൂ. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ വളർത്തുന്നവർക്ക് ഒരു ഇല്ലെങ്കിൽ കസിനോ അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സ് ആരെങ്കിലും വരുന്ന സമയത്ത്, വീട്ടിൽ വരുന്ന സമയത്ത് ഒരു ഡോഗ് കാണുന്ന സമയത്ത് ഇത് എവിടെ നിന്ന് എടുത്തെന്ന് ചോദിക്കാം. അപ്പോൾ അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടാണ് നമ്മുടെ കൊപ്പാക് പപ്പീസ് പാലക്കാട് ടീമും അതുമാതിരി നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന ഈ സർവീസും. ഓക്കെ, നല്ല ക്വാളിറ്റി പപ്പീസും നല്ല ഹെൽത്തി പപ്പീസായിരിക്കും നമുക്ക് കൊടുക്കുന്നത്. സപ്പോസ് ഇപ്പോൾ പപ്പീസിനെ എടുത്തിട്ട് കൊണ്ടുപോയിട്ട് ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് എന്തെങ്കിലും പ്രശ്നം വരികയാണെന്ന് വെച്ചാൽ നമ്മൾ തിരിച്ചെടുക്കാൻ പറ്റില്ല. എന്താ പറഞ്ഞാൽ 2-3 ദിവസം കഴിഞ്ഞ് അവർ എന്ത് ഫുഡ് കൊടുത്തിട്ടുണ്ടാവും ഒന്നും നമുക്കറിയില്ല, എവിടെ കൊണ്ട് വിട്ടിട്ടുണ്ടാവും അതൊന്നും നമുക്കറിയില്ല. അതുകൊണ്ട് നമ്മളങ്ങനെ 2-3 ദിവസം കഴിഞ്ഞ് നമ്മൾ തിരിച്ചെടുക്കില്ല. പപ്പീനെ കൊണ്ടുപോയി ഒന്ന് നോക്കി കറക്റ്റാണെന്ന് പറഞ്ഞു വെച്ചാൽ ആ ദിവസം തന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ വെച്ചാൽ ആ ദിവസം നമ്മൾ റിട്ടേൺ എടുക്കുന്നതായിരിക്കും. ഓക്കെ, പപ്പീസ് കൊണ്ടുപോയിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ പറഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ റിട്ടേൺ എടുക്കുന്നതായിരിക്കും. നമ്മൾ പ്രശ്നമുള്ള പപ്പി കൊടുക്കാറില്ല, എല്ലാം ചെക്ക് ചെയ്തിട്ടാണ്, എത്ര A to Z നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് പപ്പീനെ കൊടുക്കാറുള്ളത് കസ്റ്റമർക്ക്. ഓക്കെ, അതുമാതിരി തന്നെ നമ്മുടെ ഏറ്റവും കൂടുതൽ പപ്പീസ് ഇപ്പോൾ സെയിലാവുന്ന ഷിറ്റ്സു പപ്പീസാണ്. എന്താ പറഞ്ഞാൽ വീട്ടിലേക്കായിട്ടും പെറ്റായിട്ടും ഇൻഡോറിലായിട്ടും വളർത്താൻ പറ്റുന്ന ഷിറ്റ്സു പപ്പിയാണ്. അപ്പോൾ ഷിറ്റ്സു പപ്പീസാണ് ഇപ്പോൾ ഏറ്റവും ഓൾമോസ്റ്റ് സെയിലായിക്കൊണ്ടിരിക്കുന്നത് കൂടുതലും. ഓക്കെ, അതുമാതിരി ലാബ്, ഷെപ്പേർഡ്, റോട്ട്, ഗോൾഡ് റിട്രീവർ, ഡോർമാൻ്റെ കുറിച്ച് പറയണ്ട. ഡോർമാനാണ് കൂടുതൽ ലാർജ് ബ്രീഡ് ചോദിക്കുന്നവർക്ക് ഡോർമാനാണ് സജസ്റ്റ് ചെയ്തും. അവർ ഡോർമാനാകുമ്പോൾ വളർത്താനുള്ള ഒരു മെയിൻ്റെനൻസ് കമ്മി, അത് കാരണം ഡോർമാൻ നമ്മൾ സജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കസ്റ്റമേഴ്സും സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ, താങ്ക് യു.